ഹായ്, ഇന്ന് ഞാൻ വീണ്ടും ഒരവിയലുമായിട്ടാണ്. ഈ അവിയലും വച്ച് കാണിക്കണില്ല, വെറുതെ സമയം കളയണ്ടല്ലോ, അവിയൽ വെച്ച് കാണിച്ചല്ലേ. അപ്പോൾ ഇത് നമ്മുടെ സീസണൽ അവിയൽ. മുരിങ്ങക്കായ, ചക്കക്കുരുവില്ല, അച്ചിങ്ങ, കുമ്പളങ്ങ, അണ്ടിപ്പടവലങ്ങ, അപ്പോൾ അവരെയൊക്കെ ചേർത്തിട്ട് അവിയൽ വയ്ക്കുമ്പോൾ അതിലേക്ക് ഇടാനായിട്ട് പുളി ഇതാ എന്താ ധാരാളം ആയില്ലേ. വീണ് കിട്ടിയ മാങ്ങ കേട്ടോ, മൂക്കൊന്നും എത്തിയിട്ടില്ല. എന്നാലും ഇതൊക്കെ ഒരുവിധം വലുതായതുകൊണ്ട് നമുക്ക് പുളിക്ക് മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഇതിട്ടിട്ട് അവിയൽ വയ്ക്കാമെന്ന് വിചാരിക്കണേ. പിന്നെന്താ, ഇന്ന് വേറൊരു സംഭവമുണ്ട്. ഇത് തന്നെ, നെല്ലിക്ക. അനിയത്തിയൊക്കെ ഒരു ടൂറ് പോയിട്ട് വന്നപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടിയതാണെന്നും പറഞ്ഞ് കൊണ്ടേ തന്നതാണ് കേട്ടോ. അപ്പോൾ വീണ് കിട്ടിയതെന്നൊക്കെയാണ് പറഞ്ഞത്. പറിച്ചതിന് കൂടുതൽ വീണിട്ടുണ്ട്. അതിന് ചെറിയ കേടുപാടൊക്കെ ഉണ്ട്. അതെല്ലാം കളഞ്ഞിട്ട് ഇതെങ്ങനെ സൂക്ഷിച്ച് വയ്ക്കണേ, ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ അവിയലിൻ്റെ കഷ്ണമൊക്കെ അവിടെ മാറിയിരിക്കട്ടെ. ഇവനെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നെല്ലിക്കയൊക്കെ പൂർത്തിയാക്കി നമ്മുടെ അടിപൊളി കറി റെഡി. നെല്ലിക്ക കൊണ്ടുള്ള കാണിച്ചു തരാം കേട്ടോ. ഈ നെല്ലിക്ക കറി നല്ല ടേസ്റ്റാണ്. നമ്മുടെ നെല്ലിക്ക എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെത്തി എടുക്കുക, കനം കുറച്ച്. എന്നിട്ട് ഇത്തിരി തേങ്ങ എടുത്ത് തേങ്ങയുടെ കൂടെ അങ്ങോട്ട് അരച്ചാൽ മതി. പച്ചമുളകും കുറച്ച് ജീരകവും, പൊടിക്കുക പേരിന് നല്ല ജീരകവും ചേർത്ത് അരച്ചിട്ട് നമ്മൾ സ്വല്പം പുളിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് കടുക് വറുക്കുക. കടുകും ഉലുവയും കരിവേപ്പിലയും കൊണ്ടിട്ടിട്ട് വറ്റൽമുളകും. അടിപൊളി കറിയാണ്. അപ്പോൾ അതാണ് ഈ കറി. ഇനി നമുക്ക് എന്തായാലും നെല്ലിക്ക ഈ കറി കിട്ടിയോണ്ട് ഇനി വേറെ കറി ഉണ്ടാക്കണില്ല. ഇവനെ എങ്ങനെയാണ് കേടാവാണ്ട് വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നെല്ലിക്കയിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിത്തിരി മുന്നിട്ട് നിന്നോട്ടെ, കേടാവാണ്ടിരിക്കണ്ടേ. പിന്നെ നമുക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി, പേരിന്, കളർ വന്നെന്നില്ല, ഒരു പേരിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നെല്ലിക്കയുടെ മുകളിൽ നിൽക്കാൻ